അതിൽ ഐ ക്യാൻ ബി വെരി ഓപ്പൺ. അത് പാടില്ല. സിവിൽ സർവീസിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. യു നോട്ട് എ ഫ്രീ ബേർഡ്. പ്രൈവറ്റ് കോൺവെർസേഷൻ ഇരിക്കാൻ വിത്ത് ഫ്രണ്ട്സ്, അത് ആ ഫ്രീഡം ഒക്കെ ഉണ്ട്. ബട്ട് നോട്ട് ഇൻ പബ്ലിക് ടു ദ പബ്ലിക്. പിണറായി ഗവൺമെൻറ് ഇങ്ങനെയായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ല. എന്തൊക്കെ പറയാൻ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആർ വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ക്ലെവർ. അത് ഇങ്ങനെ കണ്ടിട്ട് അവർ റിവാർഡ് ചെയ്യില്ല. അതൊക്കെ ഒരുപാട് പ്രതീക്ഷയൊക്കെ ഇരുന്ന് കാണാം ഇങ്ങനെ കയറി ഇലക്ഷന് തൊട്ട് മുമ്പ്. സംതിങ് വിച്ച് യു ക്യാൻ നെവർ ഡു. യു കാൺ കമന്റ് പൊളിറ്റിക്കലി. ചീഫ് സെക്രട്ടറി ഈസ് എൻകറേജിങ് കറപ്ഷൻ. അപ്പോൾ എന്തിനാണ് ചീഫ് സെക്രട്ടറി എൻകറേജിങ് കറപ്ഷൻ? ശ്രീലേഖ ഹാഡ് പർച്ചേസ് സം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ശ്രീലേഖ ശ്രീലേഖയുടെ റോഡ് എന്ന് വെച്ചാൽ ആനി സാറിൻ്റെ റോഡാണ്. ആ റോഡ് ടാർ ചെയ്തു. കേരളത്തിലൊരു ഡീപ്പ് പ്രോഗ്രസീവ് കൾച്ചറുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും മാറ്റണം, മാറത്തുമില്ല. ഞാൻ ഈവൻ സ്പെക്കുലേറ്റ് നെവർ ഹാപ്പൻ. BJP ഗവൺമെൻറ് വന്നാലും അവർ ഈ അജണ്ടയെ കൊണ്ടുപോകണം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത കാലത്തെ സക്സസ് കോവിഡ് ആയിരുന്നല്ലോ, അല്ലേ? ഇൻ്റർനാഷണൽ കോവിഡ് ചെയ്താരാ? അതേതല്ല. ട്രൈബൽസും ട്രഡീഷണൽ ഫിഷർ ഫോക്ക് ഇവിടെ ഭയങ്കര കഷ്ടമാണ്. ഇറ്റ്സ് എ ഷെയിം ടു കേരള. ഇങ്ങനെ ഇത്രയും മോശമായിട്ട് ഒരാൾക്കാർ വേണമെങ്കിൽ പറയാൻ ഇവിടുത്തെ ഡ്രൈവേഴ്സ് ബെറ്റർ ദാൻ മധ്യപ്രദേശിൽ ഡ്രൈവർ എന്നൊക്കെ പറയാം. പക്ഷേ ഭയങ്കര കഷ്ടമാണ്. കേരളത്തിലാണെങ്കിലും LDF ഗവൺമെന്റിന്റെയും UDF ഗവൺമെന്റിന്റെ കൂടെയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഒന്ന് കമ്പയർ ചെയ്താൽ അവരുടെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ് ഡിഫറൻസ്? ഞാൻ ചെയ്യണം. ബട്ട് വൺ തിങ് ഐ ക്യാൻ സേ, ഈ പേഴ്സണാലിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യൽ പാലോളി സാർ പറഞ്ഞു, ആൻ്റണി സാർ പറഞ്ഞു, പിന്നെ പറയാതെ പോയ ഒരു സാറാണ് കുട്ടി അഹമ്മദ് കുട്ടി. റിയൽ ഇൻ്റലക്ച്വൽ, നോമറ്റീവ്, സൂപ്പർ ക്ലീൻ. അപ്പം ഞാൻ 1.5 വർഷം അദ്ദേഹത്തിനോട് ജോലി ചെയ്തു. അപ്പം അദ്ദേഹത്തിനോട് ആൻഡ് കണ്ടിന്യൂഡ് റിലേഷൻഷിപ്പ് ടിൽ ഈ പാസ്റ്റ് അവേ. വിളിച്ച് ഇത് വെരി ഡെവലപ്മെൻറ്റ്, ഒരുപാട് വായിക്കും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽസ്. അപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി വാസ് റാദർ ദെൻ വൺ, ഏത് ഗവൺമെൻറ് വിൽ ഹാവ് പോളിസി വിച്ച് ഐ ക്യാൻ ലാച്ച് ഓൺ ടു. ഞാൻ ഈ വലിയ ജോലിയൊന്നും അന്വേഷിച്ചില്ല. എനിക്ക് ഇതൊക്കെ വലിയ. അപ്പം അത് വരുമ്പോൾ ഈ മിനിസ്റ്റേഴ്സ് സപ്പോർട്ട് അല്ല, ആ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് യു ഇപ്പോൾ പാലോലി സാറുമായിട്ട് ഐ കുഡ് ഡിസ്കസ് കറപ്ഷൻ ആൻഡ് സേ ഈ കറപ്ഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും. നോട്ട് ജനറൽ തിയറി, ആക്ച്വൽ കറപ്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സാർ ഇവിടെ ഇങ്ങനെ നടക്കുന്നു, അയാൾ നിങ്ങളുടെ പാർട്ടിയാണ്, പക്ഷേ ഇങ്ങനെ സാർ കുറയ്ക്കാൻ പറ്റും. ദെൻ പാലോലി ആസ് ഫോർ എ വെരി സീരിയസ് മെഷർ. നോട്ട് ഈ വിജിലൻസ് അന്വേഷണം, അതൊക്കെ വേഗമാണ്. ആക്ച്വലി ആ കറപ്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറച്ച് പേര്. കുട്ടിയാമൂട്ടി സാറുമായിട്ട് പറ്റും, ഏക്കാണി സാറുമായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ജയറാമ സാറുമായിട്ട് പറ്റും. ഹൗ ടു ലീക്കേജ് കുറയ്ക്കുന്നത്, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട്. ലക്കാണ്, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ലക്കാണ്. പേഴ്സണാലിറ്റീസിനപ്പുറം ഈ UDF LDF തമ്മിലൊരു പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങളില്ലേ? അതൊരു കണ്ടിന്യൂഷൻ തന്നെയാണോ? അതിലൊക്കെ വ്യത്യാസമുണ്ട്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് പബ്ലിക്. ഐ വിൽ ടെൽ യു അലോൺ. ബട്ട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. ദാറ്റ് യു ക്യാൻ പ്രോബ്ലി കോട്ട് ഓൾസോ. കേരളത്തിലൊരു ഡീപ്പ് പ്രോഗ്രസീവ് കൾച്ചറുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും മാറ്റണം, മാറത്തുമില്ല. ഞാൻ ഈവൻ സ്പെക്കുലേറ്റ് നെവർ ഹാപ്പൻ. BJP ഗവൺമെൻറ് വന്നാലും അവർ ഈ അജണ്ടയെ കൊണ്ടുപോകാൻ. പ്രോഗ്രസ് വെച്ചാൽ പ്രോ പുവർ, വെരി വാല്യൂ സോഷ്യൽ. ഇത് അല്ലെങ്കിൽ SC ST ചിലവാക്കണം, ഇത്ര അത് പാവങ്ങൾക്ക് കൊടുക്കണം, അങ്ങനെയുള്ള. അതുപോലെ ഈ സോഷ്യൽ വെൽഫെയർ, പെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്രോസ് ഗവൺമെൻറ്. അന്ന് പണ്ടൊക്കെ ലാൻഡ് റിഫോംസൊക്കെ ആയിരുന്നു. എക്രോസ് ഗവൺമെൻറ്റ്സ്, ഒരു ഗവൺമെൻറ്റും അതിൽ നിന്ന് മാറി നിന്നിട്ട്. ഇപ്പോൾ ഞാൻ പ്ലാനിങ് സെക്രട്ടറി ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് UDF ഗവൺമെൻറ്റിൽ. അപ്പോൾ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ സംബഡി ഡസ് എ PhD ഓൺ സോഷ്യൽ പോളിസി, വലിയ ചേഞ്ച് ഒന്നും കാണില്ല. ഈ ഗവൺമെന്റ് കാര്യം ചോദിച്ചതുപോലെ സാർ, നമ്മുടെ തങ്ങളുടെ ടെന്യൂറിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ 15 days ആണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ വർക്ക് ചെയ്തത്. കഴിഞ്ഞ് പിണറായിയുടെ കൂടെ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഉമ്മൻചാണ്ടി സാറുടെ കൂടെ വർക്ക് ചെയ്തപ്പം അന്ന് ഇലക്ഷൻ വാസ് ജസ്റ്റ് 14th ആ സമയത്ത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. അപ്പം എക്സാക്ട് ഡേയ്സ് മറന്നു വന്നു. ജസ്റ്റ് ആഫ്റ്റർ PK വന്നത്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഐ ജസ്റ്റ് മെറ്റ് ഹിം ദ ഡേ ഐ ജോയിൻഡ്. പക്ഷേ ഹി വാസ് ഇൻ ദ ക്യാമ്പയിൻ ആൻഡ് ദർ വാസ് നോ ക്യാബിനറ്റ് മീറ്റിംഗ്. ക്യാബിനറ്റിലാണല്ലോ CS എല്ലാവരെയും കാണുന്നത്. പക്ഷേ അവിടെ അന്നൊരു ഭയങ്കര മഴ പെയ്തു. ഇവിടെ
തിരുവനന്തപുരം ഫ്ലഡായി. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ വിളിച്ച് ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി എല്ലാം ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് അത്ര ഒരു ഇതേ വന്നുള്ളൂ. ഐ ഹാഡ് വെരി ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉമ്മൻചാണ്ടി സാർ. ഹി ഈസ് സ്ട്രോങ്ലി പ്രോ പുവർ പേഴ്സണാണ്. ഹി ക്യാൻ കീപ് ഹിസ് പൊളിറ്റിക്സ് അപ്പാർട്ട് ഫോർ ഹിസ് ഗുഡ്നെസ് വിതിൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പലയിടത്തും പറയും, ഇത്ര ഒരു പൊളിറ്റീഷ്യൻ, ക്ലെവർ പൊളിറ്റീഷ്യൻ എങ്ങനെ ഈ ഗുഡ്നെസ് വയ്ക്കുന്നു. ആൻഡ് എ വെരി സീനിയർ ഓഫീസർ, ഐ കൻ നെയിം ഹിം ഓൾസോ, മിസ്റ്റർ വി രാമചന്ദ്രൻ, he told me there is something called Christian virtue. It's not related to മറ്റവർക്ക് ഇല്ലെന്നല്ല. He says ഈ കൊച്ചുനാളിലെ ഇവർ പഠിച്ച് പാവങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പഠിച്ച് ഇറ്റ്സ് ഇൻറ്റേർണലൈസ്ഡ്. ദാറ്റ് വിൽ നോട്ട് ബി ഷട്ട് ഡൗൺ ബൈ പൊളിറ്റിക്കൽ ഇതൊന്നും. അങ്ങനെ ഹി ഗേവ് മി എ സ്ട്രേഞ്ച് എക്സ്പ്ലനേഷൻ. ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ കുടുംബശ്രീ. ഉമ്മൻചാണ്ടി സാർ ശരിക്കും കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ടറായിരുന്നു. അത് ഫസ്റ്റ് 10 ഇയറിൽ 1.5 വർഷം ഉണ്ടായിരുന്നു ഞാൻ. ഐ വാസ് ദെയർ ഇൻ പ്ലാനിങ് ഇൻ ലോക്കൽ ഗവൺമെൻറ്. ശരിക്ക് സപ്പോർട്ട് തരും. നോ കമ്മിങ് ടു ദിസ് ചീഫ് സെക്രട്ടറി തിങ്, ഇറ്റ് ഇസ് റിയലി എനിക്ക് പേഴ്സണൽ ആഗ്രഹം എൻ്റെ പേര് അവിടെ ചീഫ് സെക്രട്ടറിയുടെ ഫലകത്തിൽ വരണം, അത്രയേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന എൻ്റെ അച്ഛനമ്മ എനിക്ക് പറയണം. എൻ്റെ വൈഫിന് അങ്ങനെ വലിയ ആഗ്രഹമുള്ളത്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഐ വാസ് എ സീനിയർ മോസ്റ്റ് പേഴ്സൺ. അതുകൊണ്ട് എനിക്ക് അത്യാഗ്രഹമല്ല, എനിക്ക് ഡ്യൂ കോഴ്സിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ ക്യാൻ ഡു എനിത്തിങ്. കാരണം ഞാൻ കേരളത്തിൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് മറ്റേ സ്റ്റേറ്റ്സിലൊക്കെ ചീഫ് സെക്രട്ടറി ക്യാൻ ഡിസൈഡ് എവരിതിങ്. നമ്മുടെ സ്റ്റേറ്റിലത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എങ്ങനെയായിരിക്കും എനിക്ക്. പക്ഷേ 15 ദിവസം. ആൻഡ് ലോട്ട് ഓഫ് മൈ കൊളീഗ്സ് എക്സ്പെക്റ്റഡ് UDF ടു കം ബാക്ക് ടു പവർ. സോ ഐ ഹാഡ് എ ഫിയർ ദാറ്റ് ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞ് എന്നെ പിരിച്ചു വിടുമെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ് വാസ് എ വെരി അൺയൂഷ്വൽ. നൗ ഇപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. പക്ഷേ ഇറ്റ് വാസ് എ വെരി ഹാപ്പി ടെന്യൂർ. ഹാപ്പി ടെന്യൂർ ഇൻ ദ സെൻസ് വെരി ക്രിയേറ്റീവ് ടെന്യൂർ. ഒരു റിയൽ പ്രൊഫഷൻ, എന്താ പറയുക, സിവിൽ സെർവൻറ്റ് മിനിസ്റ്റർ റിലേഷൻഷിപ്പ് ഒരു ഓൾമോസ്റ്റ് ഐഡിയൽ. ആഫ്റ്റർ ഒരു 1 month or so, CM said we'll have a personal discussion every Tuesday around 9:30 unless he was on tour. With Pinarayi. So ഞാനവിടെ 9:30 പോകും. എനിക്ക് കുറേ പോയിന്റുകളൊക്കെ കൊണ്ടുപോകും. അദ്ദേഹം കുറേ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് സാർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ വി എഗ്രി ഓൺ ദിസ്. ആൻഡ് by some strange this thing we didn't have to disagree on anything except ഈ നക്സലൈറ്റ്സിനെ എന്ന് പറഞ്ഞ് വെടിവെച്ച് വെടിവെച്ച് 2 പേരും മരിച്ച്. ഐ സെഡ് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. അപ്പോൾ ഹീ സെഡ് ഇല്ല, അത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളൂ നക്സലൈറ്റിനൊന്നും അങ്ങനെ വി ഹാഡ് എ ഡയലോഗ്. അങ്ങനെ അതിൽ മാത്രമേ എഗ്രി ചെയ്യാത്ത. പിന്നെ ഐ മസ്റ്റ് ഓൾസോ കൺഫസ് ദാറ്റ് ഐ നെവർ ലുക്ക്ഡ് അറ്റ് ദ പോലീസ് പാർട്ട്. എനിക്ക് പോലീസ് അറിയത്തില്ല. നളിനിയാണ് പോലീസ് സെക്രട്ടറി. ഷീ ഈസ് ബിൻ CS. സോ ഐ ലെഫ്റ്റ് ഇറ്റ്. ഐ ലുക്ക്ഡ് അറ്റ് ഹോൾ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നല്ല ഫ്രീഡം തന്നു, നല്ല ഫ്രീഡം. അന്നത്തെ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഡിസൈസീവാണ്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഐ തോട്ട് ഹി വോണ്ടഡ് ടു ലീവ് എ മാർക്ക് ഇൻ കേരള. ഞാനൊരു ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നൊരു മാർക്ക് വിടണം. അപ്പോൾ ഞാൻ സോഷ്യൽ സെക്ടറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അന്ന് വേറെ സെക്ടറിലൊന്നും ഈ കേരളയിലൊന്നും വന്നില്ല. അപ്പം അതിൽ വളരെ ഇതാണ്, സിസ്റ്റമാറ്റിക്കാണ്. ഈ നാരോ പൊളിറ്റിക്സ് ഇല്ല. ഹി ഈവൻ വാണ്ടഡ് ടു ബ്രിങ് എന്താ പറയുക, നോംസ് ഫോർ സെക്രട്ടേറിയറ്റ് പോസ്റ്റിങ്സ്. നിങ്ങൾക്കറിയാമോ സെക്രട്ടേറിയറ്റിൽ ഒരു നോമും ഇല്ല. സെക്രട്ടേറിയറ്റിൽ ഭരണകക്ഷി യൂണിയൻ വിൽ ഡിസൈഡ് ഹൂ വിൽ വർക്ക് റൈറ്റ് ഫ്രം ചീഫ് സെക്രട്ടറീസ് ഓഫീസ് ഡൗൺ ടു എനി ഓഫീസ്. ഭരണകക്ഷിയുടെ യൂണിയൻ ലീഡർ വിൽ ഡിസൈഡ്. ഒന്നും സീനിയോറിറ്റി നോം ഒന്നുമില്ല. അപ്പം എപ്പോഴും ഹിസ്റ്റോറിക് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഫോർ ദ ഫസ്റ്റ് ടൈം ഹി സെഡ് ഐ വോണ്ട് ടു ബ്രിങ് നോംസ്. ആരും എവിടെയും വേണം ആരും വയ്ക്കുന്നതല്ല. ദെൻ നോംസൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ ദെൻ അഫ്കോഴ്സ് ഇറ്റ് കുഡ് നോട്ട് ഇംപ്ലിമെൻറ്റ്. അതുപോലെ സിവിൽ സർവീസ് വിച്ച് വാസ് അപ്പോസ് ബൈ എവറിബഡി. ഹിസ് ഓൺ യൂണിയൻസ്, KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഹിസ് യൂണിയൻസാണ് ഭയങ്കരമായിട്ട് ലെഫ്റ്റ് യൂണിയൻസാണ് അപ്പോസ് ചെയ്തത്. പക്ഷേ ഈ കുഡ് പറ്റൂല എന്ന് പറഞ്ഞു. അത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടും, അവർക്ക് എതിരല്ല, സെക്രട്ടേറിയറ്റിനെ ഉൾപ്പെടുത്തൽ അത്രയേ ഉള്ളൂ അവർക്ക്. പക്ഷേ നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് കം ടു എൻ end. You should do a investigative this thing about what has happened to KS. നടപ്പിലാക്കുന്നില്ല. രണ്ടാമത്തെ ലിസ്റ്റ് നടപ്പാക്കിയിട്ടില്ല. വിഷയമുണ്ട്. ഐ നോ ദ ഇഷ്യൂ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ലെസ് പവർഫുൾ ദാൻ ചീഫ് സെക്രട്ടറീസ് ഓഫ് അതർ സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പോകുന്നത്? ഒരു റീസൺ കോalition-ആണ്. കേരള ഹാസ് എ വെരി സ്റ്റേബിൾ കോalition. ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ഹാവ് ദെയർ ഓൺ, ഈവൻ ഒരു പാർട്ടി ആണെങ്കിലും ദെയർ ആർ ഡിഫറെൻറ്റ്, ഇറ്റ്സ് എ കോalition വിത്തിൻ എ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഇപ്പോഴല്ല, 67 മുതൽ മിനിസ്റ്റേഴ്സ് ഹാവ് ബീൻ ക്വൈറ്റ് പവർഫുൾ. ബട്ട് ദെൻ എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ്, ഇഫ് ചീഫ് സെക്രട്ടറി നോസ് ലോട്ട് ഓഫ് സബ്ജക്ട്സ് ആൻഡ് ചീഫ് സെക്രട്ടറി ക്യാൻ ബ്രിങ് ദിസ് കോർഡിനേഷൻ, ദ CM വിൽ അക്സെപ്റ്റ്. അവർക്ക് എന്താ വേണ്ടത്, ദേ വാണ്ട് ടു ഡെലിവർ. അപ്പം ഒരു പ്രശ്നം ഇവിടെ ഒന്നായിരിക്കും. ഈ കോർഡിനേഷൻ കൊണ്ടുവന്നാൽ
ചീഫ് സെക്രട്ടറി കുറച്ച് പവറൊക്കെ കിട്ടും. മറ്റേത് റോ പവറാണ് ചീഫ് സെക്രട്ടറി. അതുകൊണ്ടാണോ ഈ പല സീനിയോറിറ്റി ഉണ്ടായിട്ട് പോലും സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്ന പലരും വരാൻ താല്പര്യമില്ലാത്തത് ഒന്നാണ്. പിന്നെ ദേ ആർ നോട്ട് ലോക്കൽ പീപ്പിൾ. ഈ ലോക്കൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കിത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, അതാണ് നമുക്കറിയാം എന്താണ് ഒരാളുടെ ഈ സംസാരത്തെ രീതിയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം മറ്റു വെളിയിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഭയം കാണും. പിന്നെ ഓഫ്കോഴ്സ് ഈ റോ പവർ ഇല്ല എന്നുള്ളത് ഒരു റീസണാണ്. പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു കം. ചീഫ് സെക്രട്ടറിയായിട്ട് കാര്യം പറഞ്ഞു. ഇപ്പം മുതിർന്ന ഐഎഎസ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ പരസ്യമായ വെളിപ്പെടുത്തലും മറ്റൊക്കെ നടക്കുന്നത് അതെങ്ങനെയാണ്? അതിൽ ഐ ക്യാൻ ബി വെരി ഓപ്പൺ. അത് പാടില്ല. സിവിൽ സർവീസിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. യു നോട്ട് എ ഫ്രീ ബേർഡ്. എനിക്ക് ഇന്ത്യൻ പൗരൻ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എവരിബഡി സ്റ്റാർട്ട്സ്. ഈ വൺ മിനിസ്റ്റർ സി എമ്മിനെ പറ്റി സി എം ചെയ്താലോ ദെൻ കെയോസ് ആണ്. അപ്പം മിലിറ്ററി പറ്റുമോ? മിലിറ്ററിയിൽ ഒട്ടും പറ്റത്തില്ല. അപ്പം ഈ ഡിഗ്രീസ് ഓഫ് നമ്മൾ വി വോളണ്ടറിലി എഗ്രി ടു ഗീവ് അപ്പ് ദറ്റ് ഫ്രീഡം. വിത്തിൻ ദിസ് യു ക്യാൻ ഫൈറ്റ്. മീറ്റിംഗ്സിൽ എന്തും പറയാം, ഫയലിൽ എന്തും എഴുതാം. പക്ഷേ അത് പരസ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇന്നോണ്ട് എഴുതി ഇന്ന ആളോട്ടാണ് അങ്ങനെ ഒന്നും പറയുന്നത് ഒട്ടും ശരിയല്ല. ഐ എം ഷോക്ക്ഡ്. ഒന്ന് ഷോക്ക്ഡ് ബൈ ദിസ് പീപ്പിൾ ടേക്കിംഗ് ഓൺ അതർ പീപ്പിൾ ഇൻ ദിസ് തിങ്. സെക്കൻഡ്, നമ്മുടെ സെൽഫ് പ്രൊജക്ഷൻ. ഞങ്ങൾ ഇപ്പോഴും അക്കാഡമിയിൽ അത് പഠിപ്പിക്കുമായിരിക്കും. അക്കാഡമിയിൽ പഠിച്ച ചില വാല്യൂസ് ഓഫ് സിവിൽ സർവീസ്, ഫസ്റ്റ് അനോണിമിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അനോണിമിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. നമ്മളൊരു വലിയ ടീമിൽ ചിലപ്പോൾ നേതൃത്വം വെച്ച് നമ്മളൊരു പുഷൊക്കെ കൊടുത്താണ്, പക്ഷേ അതൊരു വലിയ ആളുകളുടെ എഫർട്ടാണ്. അപ്പം അത് ന്യൂട്രാലിറ്റി, അനോണിമിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇത് മൂന്നുമാണ് ഞങ്ങളെ അക്കാഡമിയിൽ പഠിപ്പിച്ചത്. ഒന്ന് ഈ സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്. പിന്നെ കേരളത്തിൽ അങ്ങനെ ഇറ്റ്സ് നോട്ട് എ സ്ട്രിക്റ്റ് റെജീം. കേരളത്തിൽ റെജീംസ് ഒന്നും സ്ട്രിക്റ്റ് അല്ല. തമിഴ്നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു ഫിനിഷ് ഫോർ എവർ, യു വിൽ നെവർ റിട്ടേൺ. ഇവിടെ അങ്ങനെ ഒരു റൂത്ത്ലെസ്നെസ് ഇല്ല കേരളത്തിൽ, ഒരു സ്ഥലത്തും ഇല്ല. യു കനോട്ട് ഫിനിഷ് ഓഫ് എ പേഴ്സൺ. അതുകൊണ്ടായിരിക്കണം. ഇല്ല ഇല്ല, അത് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പോരായ്മ. ബിക്കോസ് ഇത് വന്നിട്ടേ ഇല്ലല്ലോ പണ്ട്. ഈ സോഷ്യൽ മീഡിയ തയ്യാറാക്കുന്നതല്ല ഈ സോഷ്യൽ മീഡിയ. പക്ഷെ അതൊരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ വെച്ചിരുന്നത് പറയാൻ പാടില്ല. പണ്ടും ചിലർ പത്രക്കാരോടൊക്കെ പറയും ഞാൻ ചെയ്തതെന്നൊക്കെ ക്രെഡിറ്റൊക്കെ എടുക്കും. പക്ഷേ ഇന്ന് ഇറ്റ്സ് ഗോയിങ് ഔട്ട് ദ വേ. സർ, ഈ മോസ്റ്റ് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ലീസ്റ്റ് വിസിബിൾ ആയിരിക്കും എന്നാണ് പൊതുവേ പറയാ. ലാർജ്ലി ട്രൂ. അവരൊരിക്കലും മീഡിയ ഡാർലിങ്സ് ആവില്ല. അതല്ല. പക്ഷെ ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ പോലെ ഈ മീഡിയ ഡാർലിങ്സ് ആയിരിക്കുക എന്നുള്ളതാണ് പലരുടെയും സ്ട്രെങ്ത്. അത് വെച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് പോലും. അതിന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മുടെ എന്തൊക്കെ പറയാൻ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആർ വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ക്ലെവർ. അത് ഇങ്ങനെ കണ്ടിട്ട് അവർ റിവാർഡ് ചെയ്യില്ല. പലർക്കും ഒരുപാട് പ്രതീക്ഷയൊക്കെ ഇരുന്ന് കാണും ഇങ്ങനെ കയറി ഇലക്ഷന് തൊട്ട് മുമ്പ്. സംതിങ് വിച്ച് യു ക്യാൻ നെവർ ഡു. യു കാൺ കമന്റ് പൊളിറ്റിക്കലി. പ്രൈവറ്റ് കോൺവെർസേഷൻ യു ക്യാൻ വിത്ത് ഫ്രണ്ട്സ്. അത് ആ ഫ്രീഡം ഒക്കെ ഉണ്ട്. ബട്ട് നോട്ട് ഇൻ പബ്ലിക് ടു ദ പബ്ലിക്. പിണറായി ഗവൺമെൻറ് ഇങ്ങനെയായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു സി എമ്മിനെ കുറിച്ചും പറയാൻ പാടില്ല. സംസാരിക്കും. അതൊക്കെ ഒട്ടും അംഗീകരിക്കാൻ നോക്കില്ല. കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ഫിനിഷ് ഓഫ് ദ സിവിൽ സർവീസ്. നിങ്ങളുടെ ഒരു അസോസിയേഷൻ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർക്കിളിൽ ഇതൊന്നും ഡിസ്കസ് ചെയ്യാറില്ല? ഐഎഎസ് അസോസിയേഷൻ അത്ര ഭയങ്കര റിയൽ അസോസിയേഷൻ അല്ല. ആർക്കെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ മാത്രമേ ഇതേ ഗെറ്റ് ടുഗദർ. അതർവൈസ് ഇസ് ഒരു ക്ലബ്ബ് പോലെ എന്തെങ്കിലും ഒരു ആനുവൽ ഡിന്നറൊക്കെ കാണും. ഈ ഇഷ്യൂസ് വരുമ്പം ഗെറ്റ് ടുഗദർ ഭയങ്കര ഡിസ്കഷനൊക്കെ കാണും. അതുപോലെ അങ്ങനെ ഒരു മീറ്റിംഗ്, ഒരു ഡിസ്കഷൻ നടന്ന ഇയർ ആയിരിക്കണം 2017 സമയത്ത്. മറ്റേ ജേക്കബ് തോമസ് ആ സമയത്ത് വീട്ടിൽ റെയ്ഡ് നടത്തി. അത് ഭയങ്കര ഡിസ്കഷൻ. ഞാൻ സി എസ് സാധാരണ അസോസിയേഷൻ മീറ്റിങ്ങിന് പോകില്ല, പക്ഷെ എല്ലാവരും ഭയങ്കര വർക്ക്ടപ്പ് ആയിരുന്നു. Nothing. And government didn't respond. So he started taking action against practically everybody. എൻ്റെ ഏറായിട്ടും ആക്ഷൻ എടുക്കാൻ തുടങ്ങി. He sent a petition to vigilance judge and the judge says quick verification. Any petition you should be verified. അതെന്താ? ചീഫ് സെക്രട്ടറി ഈസ് എൻകറേജിങ് കറപ്ഷൻ. അപ്പോൾ എന്തിനാണ് ചീഫ് സെക്രട്ടറി എൻകറേജിങ് കറപ്ഷൻ? ശ്രീലേഖ ഹാഡ് പർച്ചേസ് സം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ശ്രീലേഖയുടെ റോഡെന്ന് വെച്ചാൽ ആനി സാറുടെ റോഡാണ്. റോഡ് ടാർ ചെയ്ത് അത് മിസ്യൂസ് ഓഫ് അതോറിറ്റിയാണ്. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഫയൽ എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ എനിക്ക് ശ്രീലേഖ എന്ന് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എഴുതി
ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററാണ്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ പ്രൂവ്, ഇറ്റ് ഡസൻ റിക്വയർ എ വിജിലൻസ് എൻക്വയറി എന്ന് എഴുതി തിരിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. അതിനെ വെച്ചിട്ട് ഞാൻ കറപ്ഷൻ എൻകറേജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ദർ സംതിങ് കോൾ ക്വിക്ക് വെരിഫിക്കേഷൻ. ക്വിക്ക് വെരിഫിക്കേഷൻ യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു സം പീപ്പിൾ, ഗെറ്റ് ടു റീഡ് ദ ഫയൽസ്. അപ്പോൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു എസ് പിയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഐ സെഡ് യു കാൻ ഡു ഇറ്റ്. കഴിയാം, ടെക്നിക്കലി യു ക്യാൻ ക്വസ്റ്റ്യൻ എനിബഡി, നോബഡി ഈസ് അബൌട്ട് ലോ എന്നുള്ളത് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. PM തെറ്റ് ചെയ്താലും പോയി ചോദ്യം ചെയ്യാം പോലീസിന്, അതല്ല. പക്ഷേ വിജിലൻസ് അന്വേഷണം വേണ്ടാന്ന് എഴുതിയാൽ അത് എൻകറേജിങ് കറപ്ഷൻ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ജസ്റ്റ് ഒരു റിഡിക്കുലസ്നെസ് എക്സ്ട്രീം. ദെൻ ഈ സെൻഡ് എ പോലീസ് ഓഫീസർ ആൻഡ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ദ പോലീസ് സെഡ്, സർ പ്ലീസ് കോഓപ്പറേറ്റ്, ബിക്കോസ് ഈ പോലീസിന് ആൻസർ ചെയ്തില്ലെങ്കിൽ യു ക്യാൻ ബി അറസ്റ്റഡ് ഫോർ ഡിസ്ട്രിക്ട്. അപ്പം ഞാൻ ലൈഫിൽ വല്ലപ്പോഴും ഡിസിഷൻ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഐ എം വില്ലിംഗ് ടു ബി അറസ്റ്റഡ്, ഐ വിൽ നോട്ട് ടേക്ക് ബെയിൽ ഇഫ് ഐ ആം അറസ്റ്റഡ്. നമുക്കൊന്ന് അറിയണമല്ലോ വേർ ടു, എവിടെ പുഷ് ചെയ്യണമെന്നുള്ളത്. ഇതിനപ്പുറം റിഡിക്കുലസ് ആയിട്ട് എന്ത് കാര്യമുണ്ട്? പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ് ഡൈഡ് നോട്ട്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു ഫീലിങ്ങിൽ ഈ സിവിൽ സർവൻസ് have become much more cautious after that എന്നൊരു ഫീലിംഗ്. I get a feeling. I retired 3 months after that. But civil servants are very careful. Anybody can be caught in a vigilance അന്വേഷണം. ഒരു ക്ലാസിക് എക്സാമ്പിൾ ഇസ് ഇടുക്കിയുടെ പൈനാവിൻ്റെ, ഞങ്ങൾക്ക് അറിയാമോ എനിക്കറിയത്തില്ല, പൈനാവ് സ്റ്റിൽ ഒരു വളരെ വിജനമായിട്ടുള്ള സ്ഥലമാണ്. കളക്ടേഴ്സ് ബംഗ്ലാവിൻ്റെ ഇപ്പുറത്ത് ഒരു 300 ചില്ലുവാനം ഏക്കർ ലാൻഡ് വിച്ച് വാസ് ഇടുക്കി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇറ്റ് വാസ് ഹാൻഡഡ് ഓവർ ടു ദ ജില്ലാ പഞ്ചായത്ത്. അവിടെ ഒരു കോർണറിൽ ഏതൊരു പാർട്ടി ഓഫീസ് വെച്ചിരുന്നു. കളക്ടർ ബൈ നെയിം, കളക്ടർ പിന്നെ ഹൈക്കോടതി പോയി സ്റ്റേ ഒക്കെ വേണം. അങ്ങനെ 5 ഓഫീസേഴ്സിൻ്റെ എതിരായിട്ട് 5 കളക്ടേഴ്സിൻ്റെ എതിരായിട്ട് അയാൾ ഇത് ചെയ്തു. ഇതെല്ലാം സൈമൾട്ടേനിയസിലാണ്. പിന്നെ വയനാട്ടിലൊരു കളക്ടർ ഉണ്ടായിരുന്നു, കേശവേന്ദ്ര കുമാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ട്രൈബൽ ലാൻഡ് പർച്ചേസ് ചെയ്തത് ഇൻ 1516. പുള്ളി വീഡിയോ ടേപ്പ് ചെയ്ത് അതിന് മുഴുവൻ, വിച്ച് ഇസ് വെരി റിസ്കി. അപ്പം സംസാരിക്കുമല്ലോ, നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് നെഗോസിയേഷൻ. അപ്പോൾ അവിടുത്തെ സംഘടനകൾ, ഈ ആക്ടിവിസ്റ്റ് സംഘടനകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതൊരു ഗവൺമെൻറ് ഓർഡർ ആക്കണം, കളക്ടറുടെ എല്ലാ നെഗോസിയേഷനും വീഡിയോ ടേപ്പ് ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്താണ്. ഇവൻ ആ ലാൻഡ് പർച്ചേസിൽ ഇവൻ അഴിമതി കാണിച്ചെന്നത് ഇവൻ്റെ ഇതിലായിട്ട് ഒരു കേസ് എടുത്ത് ആലോചിച്ച് നോക്കി. സോ ഇറ്റ് ക്രിയേറ്റഡ് സച്ച് എ ദിസ് തിങ്, എസ്പെഷ്യലി ഇപ്പോൾ ഇന്ന് 2/3 1/3 ആണല്ലോ. 2/3 പീപ്പിൾ ആർ ഔട്ട്സൈഡേഴ്സ്, 1/3 ആർ ഇൻസൈഡേഴ്സ്. അപ്പം ഏബ്രഹാമിനെ പോലെ ഒരാളെ ഇങ്ങനെ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെങ്കിൽ ഞങ്ങൾ വി ആർ നോബഡി, നോബഡി നോസ് അസ് ഇൻ കേരള. അവൻ പലരും പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ആൻഡ് അതിൽ ഗവൺമെൻറ് ഡിൻ ഡു എനിത്തിങ് ടു ഒരു ഇങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു. അത് എന്താ അത് മാറി. പക്ഷേ അത് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞോളൂ. പിന്നെ എൻ്റെ ഇപ്പോൾ CMDയിൽ പണ്ട് പ്രൊഫസറായിരുന്ന ഒരാൾ പത്മകുമാർ എന്ന് പറഞ്ഞില്ല, പത്മകുമാരുടെ കാലത്ത് മലബാർ സിമെൻറ്റ്സ് വാസ് മെയ്ഡ് എ പ്രോഫിറ്റ്. മലബാർ സിമെൻറ്റ്സിൽ അഴിമതി കാണിച്ചെന്ന് പറഞ്ഞ് പുള്ളിയെ ജയിലിലിട്ട്, അയാളുടെ കാലിൽ ഡയബറ്റീസ് മരുന്ന് കൊടുക്കാതെ ഡയബറ്റീസ് കൂടി വിരൽ മുറിച്ച് അയാളുടെ അമ്മ മരിച്ച്. ഇതൊക്കെ പത്രങ്ങൾ പോലും വന്നിട്ടില്ല. ആൻഡ് ആ മലബാർ സിമെൻറ്റ്സിൻ്റെ ഇതെല്ലാം പോയി. മലബാർ സിമെൻറ്റ്സ് ലാഭത്തിൽ ഓടിക്കുന്ന നഷ്ടത്തിൽ മാറി. എനിബഡി ക്യാൻ ഡു എനിത്തിങ്. ഇടുക്കി കളക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ. അട്ടപ്പാടിയിൽ ദാറ്റ്സ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. അതിലും പിന്നീട് ഒരു തുടർച്ചയൊക്കെ ഉണ്ടായാലും ഭയങ്കരമായ ഇടപെടലുകളും ഗുണപരമായ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ പിന്നീട് എന്തുകൊണ്ടായി? അതിൽ ഐ വാസ് ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ് അട്ടപ്പാടി ഇൻ 11 months. ഈ വിഷയങ്ങളും ഉണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി അട്ടപ്പാടിയിൽ ഈ ലാൻഡ് മുഴുവൻ കൊടുക്കാൻ ഒക്കത്തില്ല. അന്നത്തെ ഇതനുസരിച്ചിട്ട് ലാൻഡിന് കേസ് ഫയൽ ചെയ്യണം. ഇത് ആടിയുടെ മുമ്പ് കേസ് ഫയൽ ചെയ്യണം. സോ ഞാൻ അട്ടപ്പാടിയിൽ ഐ ഹാഡ് വെരി ഗുഡ് കോണ്ടാക്ട്സ് അല്ല, ഔട്ട്റീച്ച് ടു ദ ട്രൈബൽസ്. അപ്പോൾ ഒരു ഏകദേശം 2000 അപേക്ഷ അവിടെ നിന്ന് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു കിടക്കട്ടെ, എന്തെങ്കിലും കോടതി തീരുമാനിക്കട്ടെ. കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. സെറ്റിലേഴ്സ് ആർ വെരി പവർഫുൾ പൊളിറ്റിക്കലി. ഒരു ഗവൺമെൻറ്റും കൊടുക്കത്തില്ല. പിന്നെ അവസാനം 97 കണ്ട ലോ കംപ്ലീറ്റ് അമെൻഡ് ചെയ്ത് പഴയ റേറ്റൊക്കെ എടുത്ത് മാറ്റി ആ ലോ അപ്പോസ് ചെയ്തത് ഓൺലി ഗൗരിയമ്മ. ബാക്കി എല്ലാവരും യുനാനിമസ് ആയിട്ട് വോട്ട് ചെയ്തു. പക്ഷെ അതൊരു ഭയങ്കര സിക്കനിങ് ആണ്. ട്രൈബൽ ലാൻഡ് എടുക്കുന്നതല്ല. ഇപ്പം അവിടെ നിന്ന് 1 ഏക്കർ വാങ്ങിച്ചാൽ ഒരു 3 ഏക്കർ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞത് 1 ഏക്കർ വാങ്ങിച്ചാൽ അത് തിരിച്ചെടുക്കണ്ട, ഈ 2 ഏക്കർ തിരിച്ചെടുക്കും. അതുപോലും കൊടുക്കാൻ നമ്മുടെ പ്രോഗ്രസീവ് കേരള സമ്മതിച്ചില്ല. അപ്പം ഞങ്ങളെടുത്ത തീരുമാനം
ഞങ്ങളെടുത്ത തീരുമാനം എനിക്ക് തീരുമാനം എടുക്കാറില്ല. ട്രൈബൽസുമായിട്ട് ആലോചിച്ചിട്ട് എടുത്തത് ദാറ്റ് വി വിൽ നോട്ട് ഗീവ് അപ്പ് എനിത്തിങ് വിച്ച് ഇസ് നൗ കമ്മിങ് വിത്ത് അസ്. ബാക്കിയിരിക്കുന്നത് കൊടുക്കത്തില്ല. മറ്റത് വി വിൽ ഇസ് എ ഫ്യൂട്ടൈൽ എന്ന് ഞാൻ വല്ലത് പറഞ്ഞത് ഫ്യൂട്ടൈലാണ്, പക്ഷേ ഞങ്ങളുടെ കേസ് കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വരുന്ന വിഭവം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ആൻഡ് ഒരു ഭയങ്കര അത് തന്നെ ഒരു കഥയാണ്, അത് പറയാൻ ഇപ്പോൾ സമയമില്ല. ഐ വോണ്ട് ടു റൈറ്റ് എ ബുക്ക്, ഐ പ്രോബ്ലി വിൽ റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ദർ വാസ് ലോട്ട് ഓഫ് ഒപ്പോസിഷൻ ഫ്രം ദ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. അവരെല്ലാം ഈ ആദിവാസി ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. ശരിക്കും ചൂഷണം, നമ്മൾ അട്ടപ്പാടി ചൂഷണം എന്ന് വെച്ചാൽ യു കാൺ ബിലീവ്. ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്, 2026 നടക്കുന്നുണ്ട്. ഇത് ഞാൻ 1987 അവിടെ പോയത്. റൂത്ത്ലെസ് ചൂഷണം. അത് മീൻസ് വയലൻസ് ഇല്ല ഇവിടെ. ഇപ്പം മറ്റുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഫ്യൂഡൽ വയലൻസ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഡീപ്പർ ചൂഷണമാണ്. ലാൻഡ് തന്നെ പോയി, ഊര് തന്നെ പോയി, അവിടെ വിമനെയൊക്കെ സ്പോയിൽ ചെയ്തു എല്ലാം. പിന്നെ അവർക്കൊരു കോഴി കൊടുത്താൽ അതിൻ്റെ ഗുണം ഇവനെ കിട്ടത്തുള്ളൂ. സോ ഇറ്റ് യു കാണ്ട് ഇമാജിൻ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ. ഇതിന് ഞങ്ങൾ വി തോട്ട് വി വിൽ അപ്ലൈ എ ബ്രേക്ക് ത്രൂ ആക്റ്റീവ് ട്രൈബൽ യൂത്ത്. എല്ലാം പ്യൂർലി കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് ഇറ്റ് വാസ് ഇൻ്റർപ്രിറ്റഡ് ആസ് ഈ ആദിവാസിയും വന്തവാസിയും സ്നേഹത്തിൽ ജീവിക്കുന്നവരെ ഇയാൾ ഡിവൈഡ് ചെയ്തു. ദാറ്റ് വാസ് ദി ഒഫീഷ്യൽ തിയറി. ദെൻ അതിനൊരു ചില ഇൻ്റലക്ച്വൽസൊക്കെ കൊടുത്ത ഇത് ഈ ട്രൈബ്സ് വന്നിട്ട് ദെയർ എക്കോണമി ഈസ് വെരി പ്രിമിറ്റീവ്. സെറ്റിലേഴ്സ് ദെയർ എക്കോണമി ഈസ് സുപ്പീരിയർ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ അനുസരിച്ച് തീസിസ് ആൻറ്റി തീസിസ്. സോ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആദിവാസിയുടെ പ്രൊഡക്റ്റീവ് ഫോഴ്സും കൂടുമെന്നൊക്കെ ജസ്റ്റിഫൈ ചെയ്ത് എനിവേ ഐ വാസ് ത്രോൺ ഔട്ട് ഇൻ 11 months. വീക്കാണ്. കാരണം ട്രൈബ്സിന് വലിയ കുറച്ച് വരെയേ ഉള്ളൂ. ആദ്യം ഗവൺമെൻറ് വിചാരിച്ച് FRA വെച്ചിട്ട് സെറ്റിലേഴ്സിനൊക്കെ കൊടുക്കാമെന്ന്. അത് പറ്റില്ല, അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വെരി വീക്ക്, ആരും പുഷ് ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ റിട്ടയർഡായ IAS ഓഫീസേഴ്സ് പല പൊസിഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇവര് പെൻഷനോടൊപ്പം തന്നെ അഡീഷണൽ സാലറി വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെരി ഫ്യൂ ഓഫീസേഴ്സ്, ഞങ്ങൾ ഒരാളാണ് 1 രൂപ ഓണർ അറിയത്തില്ല. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. 1 രൂപ ഓണറിന് വാങ്ങിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. പേഴ്സണൽ ഫിലോസഫിയാണ്. എവരിബഡി നമ്മുടെ സിസ്റ്റം അനുസരിച്ച് യു ക്യാൻ ബി റീഎംപ്ലോയിഡ് ഇഫ് യുവർ സർവീസസ് ആർ യൂസ്ഫുൾ. ആൻഡ് യു റീഎംപ്ലോയ് ചെയ്ത ആൾക്കാരുടെ സർവീസൊക്കെ യൂസ്ഡാണ്, അത് ചുമ്മാ കറങ്ങി നടക്കുന്നൊന്നുമില്ല. അതിൻ്റെ റൂള് ലാസ്റ്റ് ഡ്രോൺ ഇതിൽ നിന്ന് പെൻഷൻ കുറച്ചിട്ട് കൊടുക്കണം. അത് തെറ്റിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റിച്ചതിൻ്റെ ലോജിക്കുണ്ട്. യു ആർ നോട്ട് റീഎംപ്ലോയിഡ്. അത് ഫ്രഷ് ആപ്ലിക്കേഷൻ വെച്ച് ഇത്രയും ജോലിക്ക് ആൾ വേണമെങ്കിൽ യു ഹാവ് ടു പേ മച്ച് മോർ ദാൻ ദിസ് എന്നാണ് ആ ലോജിക്. അപ്പം അങ്ങനെ ഒരു ലോജിക്കുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ദർ ഇസ് വൺ ഒരു പ്രോബ്ലി ദ ഗ്രേറ്റസ്റ്റ് സിവിൽ സർവൻറ്റ് ഐ ഹവ് സീൻ. എൻ്റെ ലൈഫിനെ ഗൈഡ് ചെയ്ത ഒരാളാണ്, ഒരു SR ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. ഹി വാസ് മൈ സെക്രട്ടറി. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഡൽഹി ജോലി ചെയ്യാൻ പോയത് പണ്ട്. ആന്ധ്രാപ്രദേശിലെ ഹി വാസ് കിഡ്നാപ്ഡ് ബൈ നക്സലൈറ്റ്സ്, അങ്ങനെ വെൽ നോൺ പേഴ്സണാണ്. അപ്പം അദ്ദേഹം ഒരു ഫിയേഴ്സ് പ്രോ പുവർ, പ്രോ ദലിത്, പ്രോ ട്രൈബൽ, പ്രോ ലേബർ, അങ്ങനെ ഒരു എക്സ്ട്രീം ഐഡിയലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ കാഷ്വൽ, അദ്ദേഹം പ്രീറ്റൊന്നും ചെയ്യില്ല, ഒരു പക്ഷേ കാഷ്വൽ കൺവെർസേഷൻ പറഞ്ഞ്, വിജയാനന്ദ് അന്ന് 58 ആണ്, അപ് ടു 58 ഇറ്റ്സ് യുവർ റൈറ്റ്, നോ ഗവൺമെൻറ് കൻ ഡിനൈ യുവർ ജോബ്. ഈ കമ്പൽസറി വെയിറ്റ് എന്നൊക്കെ പറയുന്നത് അനിയാണ്, പക്ഷേ ആഫ്റ്റർ 58 ഇറ്റ്സ് എ ഫേവർ. സോ ഐ ഡിസൈഡഡ് നോട്ട് ടു അക്സെപ്റ്റ് എനി ഫേവർ ഇൻ ലൈഫ്. അപ്പം ഹീ ഈസ് ഫ്രം ആന്ധ്ര കാഡർ. He worked under Narasimha Rao when he was CM, and Narasimha Rao was the Prime Minister. And he is an outstanding Rural Development Secretary. അപ്പോൾ അദ്ദേഹം 5:30 റിട്ടയർ ചെയ്ത ഉടൻ he just vanished. അത് ഫോണൊന്നും ഇല്ലല്ലോ, ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. He said no, I will not. പലരും അദ്ദേഹത്തിനെ പോയി കണ്ട് എന്തെങ്കിലും PM ഞാൻ ഒന്നും ഇരിക്കത്തില്ല, ഞാൻ തിരിച്ച് ആന്ധ്രയിൽ പോകും. സോ he went and he did voluntary work there. ഒന്ന് ഈ BGVS എന്ന സാധനമുണ്ട്, അറിയാമോ? ഭാരതീയ ഗ്രാൻഡ് വിജ്ഞാൻ സമിതി എന്ന് പറഞ്ഞ ഈ ലിറ്ററസിയുടെ നമ്മുടെ കൃഷ്ണകുമാറാണ് MP പരമേശ്വരനൊക്കെയാണ് അത് സെറ്റപ്പ് ചെയ്തത്. ഹീ ബിക്കെയിം ചെയർമാൻ. ദെൻ ദർ ഈസ് എ സഫായി കർമ്മചാരി ഒരു ആന്തോലനുണ്ട്, അതിൻ്റെ ചെയർമാനായി. അപ്പോൾ അങ്ങനത്തെ പബ്ലിക് കോസസിന് ഈ ഗേവ്സ് തിങ് ഒഫീഷ്യലായിട്ട് ഒന്നെടുത്തു, വിച്ച് ആക്ച്വലി ബ്രോക്ക് ഹിസ് ഹാർട്ട്. 98 ആണെന്ന് ചന്ദ്രബാബു നായിഡു, ഹി റിട്ടയർഡ് ഇൻ 92. ചന്ദ്രബാബു നായിഡു പറഞ്ഞ് നെക്സലൈറ്റ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. ആൻഡ് ഹി വാസ് മെയ്ഡ് എ കമ്മിറ്റി ചെയ്ത് ഭയങ്കരമായിട്ട് പുള്ളി നെഗോഷിയേറ്റ് ചെയ്ത്. ഈ ഓൾമോസ്റ്റ് ബ്രോട്ട് ഔട്ട് എ റെപ്രഷ്മ. അവരുമായിട്ടൊക്കെ ചേർന്ന് ശരിക്കും അവിടെ ഈ നക്സലൈറ്റ്സിൻ്റെ പുള്ളിയായിട്ട് ഭയങ്കര നല്ല ബന്ധമുണ്ട്. ഈ ഗുഡ് മാൻ എന്നുള്ളത്, അത് പഴയ നക്സലൈറ്റാണ്, ഇപ്പോഴത്തെ നക്സലൈറ്റ് അങ്ങനെയൊന്നും ഗുഡ് മാൻ എന്നൊന്നും കാണത്തില്ല. അങ്ങനെ ചെയ്ത് അത് ഇറ്റ് ബ്രോക്ക് ഹിസ് ഹാർട്ട്.
അപ്പോൾ അദ്ദേഹം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഡീപ്പ് എൻ്റെ കോൺഷ്യൻസിൽ പോയിരുന്നു. അപ്പം ഐ ഓൾസോ ഡിസൈഡഡ് ദാറ്റ് ഇഫ് ഐ ആം ഗീവൺ എ ദിസ് തിങ്, എനിക്ക് ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ളതല്ല, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലിയല്ല ആണെങ്കിൽ ഞാൻ ശമ്പളമില്ലാതെ ജോലി ചെയ്യും എന്ന് ഡിസൈഡ് ചെയ്തു. നേരത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ മാവോയിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് അത് ശരിക്കും എൻകൗണ്ടർ കില്ലിംഗ് ആയിരുന്നു. ഡീറ്റെയിൽസ് ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ഐ സെഡ് യു കാൺട്ട് എൻകൗണ്ടർ കില്ലിംഗ് അവർ കില്ലിംഗ്, ഈ കില്ലിംഗ് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ് ആ ഏരിയയിൽ. അപ്പോൾ ഒരു തിയറി പറഞ്ഞത് ഈ നക്സലൈറ്റുകാരൊന്നും ട്രൈബ്സ് അല്ല, അവരൊക്കെ മിഡിൽ ക്ലാസ് യൂത്താണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ ആദിവാസി വികസനം വന്നതുകൊണ്ട് അവരുടെ വികസനം ഒന്നും പ്രശ്നമല്ല, ദേ ആർ ഓൾറെഡി ഡെവലപ്ഡ്. അങ്ങനെ ഒരു തിയറി വന്നു. അപ്പം എൻ്റെ തിയറി ഈസ് ഇഫ് ദ ട്രൈബ്സ് ആർ ഡെവലപ്ഡ് ദേ വിൽ നോട്ട് ആർബർ, ദൈവം നക്സലൈറ്റ് എൻ്റെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ട്രൈബ്സിന് ഡെവലപ്പ് ചെയ്താൽ ഇവരെ എൻകറേജ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ വ്യൂ പോയിന്റ്. ഞാൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണർ. കേരളത്തിന്റെ കടത്തെ കുറിച്ച് ഒരുപാട് ഇത് വരുന്നു. ഈ കടം എടുക്കാതെ നമുക്ക് ഇരിക്കാൻ ഒക്കില്ല. പക്ഷേ നമ്മുടെ എനിക്ക് ഐ ആം വിത്ത് ഡോക്ടർ കരണങ ആൻഡ് അതേഴ്സ് സേയിങ് ദാറ്റ് വി ഷുഡ് റേസ് റെവന്യൂസ് മോർ അഗ്രസീവ്ലി. കേരള ഈസ് എ റിച്ചസ്റ്റ് സ്റ്റേറ്റ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ റിച്ചസ്റ്റ് സ്റ്റേറ്റ് എക്സെപ്റ്റ് ഗോവ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ലക്ഷറിയും എല്ലാം കണ്ടാൽ അറിയാമല്ലോ. അപ്പം അതിന് നമ്മൾ ടാക്സ് ചെയ്യുന്നില്ല. അഫ്കോഴ്സ് ടാക്സേഷൻ GST വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പോയി, ബട്ട് സ്റ്റിൽ ഒരുപാട് റിസോഴ്സ് റേസ് ചെയ്യാൻ പറ്റും. കൊച്ചായിട്ട് നമുക്ക് റിസോഴ്സ് റേസ് ചെയ്യാൻ പറ്റും. വൈ ഷുഡ് ഐ ഗെറ്റ് സബ്സിഡൈസ്ഡ് ഇലക്ട്രിസിറ്റി? ഒരു ക്ലാസ് 3 എംപ്ലോയിക്ക് പോലും സബ്സിഡൈസ്ഡ് ഇലക്ട്രിസിറ്റിയോ സബ്സിഡൈസ്ഡ് വാട്ടറോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ യൂസർ ചാർജസ്. പിന്നെ ഗോൾഡ്, എല്ലാവർക്കും അറിയാം ഗോൾഡ് എസ്കേപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ഹയസ്റ്റ് കൺസംപ്ഷൻ ഓഫ് ഗോൾഡാണ്. അപ്പോൾ അതിൽ കയറി റഫായിട്ട് പിടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് പിന്നെ GSTയുടെ ഒരു കാര്യം, ഇറ്റ് ഇസ് കളക്റ്റഡ് ഫ്രം ദ കൺസ്യൂമർ, ഫ്രം ദി കസ്റ്റമർ. അത് അടയ്ക്കില്ല എന്ന് പറയുന്നത് ഒരു അവകാശമായിട്ട് നമ്മൾ കേരളത്തിൽ സെയിൽസ് ടാക്സ് എന്തായിരുന്നു? യു ആർ കളക്റ്റഡ്, നമ്മൾ സെയിൽസ് GST കൊടുത്തു കഴിഞ്ഞാൽ അടയ്ക്കില്ല, അതെൻ്റെ പ്രോഫിറ്റ് ആക്കുമെന്ന് പറയുന്നതിൽ ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മളിലേക്ക് റിസോഴ്സ് മൊബിലൈസേഷനാണ്. എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല. ടെക്നിക്കലി കുറച്ച് കുറയ്ക്കാൻ പറ്റും, ദാറ്റ് നോട്ട് ആഡ് ടു മച്ച്. ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴും ഒരു ടാബു പോലെയാണ്. നമുക്കെന്തോ ഒരു മോശം സാധനം ഒരു ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിപ്പം പോയി. അതൊരു 10-15 ഇയേഴ്സായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊരു ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻ കേരളത്തിൽ ഗ്രൗണ്ടിലില്ല. പണ്ട് വരികയാണെങ്കിൽ തടയും, നിങ്ങൾക്ക് ലൈസൻസ് തരില്ല എന്ന് പറയും പഞ്ചായത്ത്, പിന്നെ അവിടെ തൊഴിലാളികൾ തടയും. ആ സിനാരിയോ ഒക്കെ ഞാൻ ലേബർ കമ്മീഷനായിട്ട് ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ഡെഡ്ലി സിനാരിയോസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സിനാരിയോ ഇല്ല. പീപ്പിൾ ആർ വില്ലിങ് ടു, അല്ലെങ്കിൽ ഇത്രയും ബ്ലാക്ക് സ്റ്റോണൊക്കെ കൊണ്ടിവിടെ ഇൻവെസ്റ്റ് ചെയ്യും. സോ ചില ഏരിയാസ് ഇപ്പോൾ ടൂറിസം, IT, മറ്റുള്ള സ്റ്റാർട്ടപ്സിലൊക്കെ ഇത് വരും. മാനുഫാക്ചറിങ് ഓഫ് കോഴ്സ് ലാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഇത് വരും. അപ്പം ഇപ്പം ആർക്കും പ്രൈവറ്റ് ക്യാപിറ്റലിൽ ഇവിടെ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് NGO ആയിട്ട് ഒരു NGOയുടെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, വോളണ്ടറി സിവിൽ സർവീസ്. ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് അഫ്കോഴ്സ് 22-ൽ എൻ്റെ കൊളീഗ് ഞാൻ പറഞ്ഞല്ലോ റെഡ്ഡി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ്, ഹി റിട്ടയർഡ് ആഫ്റ്റർ 6 years ഓഫ് സർവീസ് ആസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടറി. 6 years കിട്ടില്ല, യങ് ഏജിൽ സെക്രട്ടറി ആയാലേ കിട്ടത്തുള്ളൂ. 3 years ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് 3 years ഇൻ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ പുള്ളി 22 റിട്ടയർ ചെയ്യാറാകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, സർ വി ഹാവ് ഓൾ മെയ്ഡ് ഇറ്റ് ഗുഡ് ഇൻ സിവിൽ സർവീസ്. ഗുഡ് വിത്ത് ഇൻ ഇൻവേർട്ടഡ് കോമേഴ്സ്, നോട്ട് ദാറ്റ് വി ഹെൽഡ് വെരി ഗ്ലാമറസ് പോസ്റ്റ്. വി ഷുഡ് ഗിവ് ബാക്ക് ടു സൊസൈറ്റി. ഞാൻ നത്തിങ് ലൈക്ക് ദാറ്റ്, ഐ സപ്പോർട്ട് ഫുള്ളി എന്ന് പറഞ്ഞു. ദെൻ ഹി ഡ്രോപ്ഡ് എ ഡ്രോം ഷെൽ സെയിങ് ദാറ്റ് സർ യു ഷുഡ് ചെയർ, വിൽ ഫോം എ സൊസൈറ്റി, യു ഷുഡ് ബി ദ പ്രസിഡൻറ്റ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, വലിയ സാർ എന്നൊക്കെ പറഞ്ഞു. വി ആർ സോ ക്ലോസ് ദാറ്റ് ഹി ഐ കനോട്ട് സേ നോ ടു ഹിം ആൻഡ് ഹി സച്ച് എ ഫൈൻ ഓഫീസർ. അപ്പോൾ ഞങ്ങൾ എഗ്രി ചെയ്ത്. പിന്നെ എൻ്റെ മൈൻഡിൽ ഒരു സിനിക്കലായിട്ട് തോന്നി, ഇങ്ങനെ വയസ്സായ സിവിൽ സർവൻ്റ് ആർക്ക് വേണം? വലിയ വലിയ കൺസൾട്ടൻസി എല്ലാം ഇരിക്കുമ്പം ആർക്ക് വേണമെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ടായിരുന്നു. ദെൻ ഹീ ഈസ് എ വെരി എഫിഷ്യൻറ്റ് പേഴ്സൺ. ഈ രജിസ്റ്റേർഡ് എ സൊസൈറ്റി വെരി ക്വിക്ക്ലി, 3 weeksന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 13 പേരുണ്ട്.
അതിൽ 6 പേര് റിട്ടയർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടറീസ്, 2-3 പേര് റിട്ടയർഡ് ചീഫ് സെക്രട്ടറീസ്, പിന്നെ 2-3 പേര് റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറീസ്, ഓൾ സിവിൽ സർവീസ്. ഒരാൾ മാത്രം ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ബട്ട് ഷീ റിട്ടയർഡ് ഫ്രം സെക്രട്ടറി ഗ്രേഡ്. ഈ പോസ്റ്റൽ ബോർഡ് ഉണ്ടല്ലോ, പോസ്റ്റൽ അതിലായിരുന്നു. അപ്പം 2 പേര് വിട്ടു, ബിക്കോസ് ദേ ഹാഡ് സം അതർ വർക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ 13 പേരുണ്ട്. ആദ്യം 10, പിന്നെ 5 പേരും കൂടെ ചേർന്ന് 2 പേര് പോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു സൊസൈറ്റിയുടെ പേര് ക്രിസ്പ് എന്നാണ്, സെൻറ്റർ ഫോർ റിസർച്ച് ഇൻ സ്കീംസ് ആൻഡ് പോളിസീസ്. അപ്പോൾ ഞങ്ങളുടെ ഫിലോസഫീസ് വി പ്രൊവൈഡ് അവർ സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു എനി സ്റ്റേറ്റ് ഗവൺമെൻറ് വിച്ച് വാണ്ട്സ് ടു യൂസ് അവർ സർവീസസ്. ഞങ്ങളുടെ എക്സ്പെർട്ടീസ് ലിമിറ്റഡ് ആണ്, എല്ലാ സെക്ടറും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് റൂറൽ ഡെവലപ്മെൻറ്റ്, പഞ്ചായത്ത് രാജ്, ഗുഡ് ഗവേണൻസ് അതൊക്കെ നന്നായിട്ട് അറിയാം. സുബ്രഹ്മണ്യത്തിന് ഹയർ എഡ്യൂക്കേഷൻ ഭയങ്കര എക്സ്പെർട്ടീസാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്നു. ദെൻ വി ഹാവ് അനദർ പേഴ്സൺ ഹു ഈസ് വെരി ഗുഡ് ഇൻ നാച്ചുറൽ ഫാമിംഗ്. പിന്നെ 2 പേര് ഹെൽത്തിൽ, ആന്ധ്രയിലുള്ള ഈ നൗ ഗോട്ട് ഇൻ്റർനാഷണൽ നോബൽ ഇക്വലൻ്റ് അവാർഡ്സ്. പിന്നെ നമ്മുടെ രാജീവ് സാറിന് തന്നെ. സോ രാജീവും വേറൊരാളും ഹെൽത്തിൽ എക്സ്പേർട്ടുണ്ട്. വേറൊരാൾ ഈ ഹയർ എഡ്യൂക്കേഷനിൽ ഈ വാസ് ഇൻ IIT മുംബൈ ആൻഡ് ഓൾ ദാറ്റ്, ഈ വാസ് ചീഫ് സെക്രട്ടറി ഓഫ് മഹാരാഷ്ട്ര. ഇങ്ങനെ ഞങ്ങൾ പല മേഖലയിൽ ഞങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്. പിന്നെ ഓവറോൾ ജനറൽ എക്സ്പെർട്ടീസ് IAS ഓഫീസർ കാണുമല്ലോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ദെൻ അത് സുബോർഡ് ഐഡിയ ആണ്. യു വാസ് അഡ്വൈസ് ബൈ സം ബിഗ് പീപ്പിൾ ദാറ്റ് യു ഹയർ യങ്. എനിക്കിപ്പോൾ ജോലി കാണുമല്ലോ, ഫയലൊക്കെ വായിക്കാനുള്ള ഇതൊന്നുമില്ല. സോ യു ഹയർ യങ് പ്രൊഫഷണൽസ് ആൻഡ് പേ ദം വെൽ. അപ്പോൾ അതിന് ഒരു TCF എന്നൊരു ഓർഗനൈസേഷൻ, ഇത് റിച്ച് ഒരു അമേരിക്കയിൽ പോയി സക്സസ്ഫുൾ ആയിട്ട് ഒരാൾ തിരിച്ച് വന്ന് ഇവിടെ ചാരിറ്റി അല്ല സോഷ്യൽ ഗുഡൊക്കെ ചെയ്യുന്നു. അയാൾ പറഞ്ഞു ഐ വിൽ ഫണ്ട് ഫോർ 1 year നിങ്ങളുടെ ഓർഗനൈസേഷൻ. സോ യങ് പ്രൊഫഷണൽസിനെ അറേഞ്ച് ചെയ്യും. വി ഹാവ് 26 യങ് പ്രൊഫഷണൽസ് വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. They are paid 75,000 rupees, which is a very decent remuneration for a young professional, and very bright people recruited from college after a very rigorous selection interview എല്ലാം. ആൻഡ് വി വർക്ക് വിത്ത് ദം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങളുടെ CV കണ്ടിട്ട് നിങ്ങളിത് സഹായിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നതാണ് ഞങ്ങൾ yes എന്ന് പറയും. വി എൻ്റർ ഇൻ ടു എൻ MOU. ഈ യങ്സ്റ്റേഴ്സിന് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ അവിടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ 2 റൂം കൊടുക്കും. സോ ദേ സിറ്റ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് പീപ്പിൾ. ദെൻ ഞങ്ങൾ വീക്ക്ലി റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇന്ന പ്രോജക്റ്റ് ഇന്ന ഡൗട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ആൻഡ് വി ഗോ ടു സ്റ്റേറ്റ് വൺസ് ഇൻ എ വൈൽ. ഹയർ ലെവൽ ഡിസ്കഷൻ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പോകും. അപ്പോൾ ഐ ഡു വെരി ഇൻറ്റൻസ് വർക്ക് ഇൻ തമിഴ്നാട് ആൻഡ് കർണാടക. അത് SHG പഞ്ചായത്തിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ദെൻ ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. അപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റായിട്ടേ അവിടെ ഒരിക്കലേ പോയുള്ളൂ. അത് ഈ SHG ട്രൈബൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ളത്. ദെൻ വി ഓൾസോ ഡു എ വർക്ക് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ എനിക്ക് അതിന് വലിയ പിടിയില്ല. ഈ ടെക്നിക്കലായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഈ 4 year കോഴ്സിന് ടെക്നിക്കൽ ട്രെയിനിങ് എന്നൊരു അപ്പോൾ അത് 4-5 സ്റ്റേറ്റിൽ വി ആർ ഗിവിങ്. അങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ഫുൾ ടൈം ജോബ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് യു ഡു ഹൈ എൻഡ് പോളിസി. ബട്ട് ദെൻ ഞങ്ങൾ ചെയ്യുന്നത് ഈ പോളിസി എടുത്ത് അതിനെ പ്രാക്ടിക്കലാക്കിയിട്ട് വി പൈലറ്റഡ് ഇൻ 2-3 പഞ്ചായത്ത്സ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. വൺസ് ഇറ്റ് ഇസ് സക്സസ്ഫുൾ ഇറ്റ് വിൽ ബി റോൾഡ് ഔട്ട് അക്രോസ്. അങ്ങനെ തമിഴ്നാട്ടിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ കുടുംബശ്രീയും പഞ്ചായത്തും ബന്ധമുള്ളത്. ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ SHGs ആർ വെരി സ്ട്രോങ്. പക്ഷേ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും പഞ്ചായത്തും ബന്ധമില്ല. അപ്പോൾ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് 2 പേർക്കും ഗുണകരമാണ്. നൗ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചിട്ടുണ്ട്. സോ ഞാൻ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഈ വർക്കാണ്. ഇനി ആന്ധ്രയിലും പെറാപ്സ് തെലങ്കാനയിലും വി ആർ ട്രൈങ് ടു. ഇറ്റ്സ് വെരി സ്ലോ, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് പ്യൂർലി വോളണ്ടറി. ഓഫ് കോഴ്സ് ഞാനിപ്പം ചെന്നൈ പോയാൽ ദേ വിൽ ഗിവ് മീ ദ ഫെയർ ആൻഡ് പുട്ട് മീ അപ്പ് ഇൻ എ റെസ്റ്റ് ഹൗസ്, ലോക്കൽ ഹോസ്പിറ്റാലിറ്റി. അത്ര ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എനിക്ക് വരില്ല. ബട്ട് ഐ ഗെറ്റ് നത്തിങ്. ബട്ട് വർക്ക് ഇസ് വെരി ഹെവി. വേറൊരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസസിലേക്ക് ലാറ്ററൽ എൻട്രി ഉണ്ടല്ലോ, മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ ഇൻക്രീസിംഗ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് സാറിന്റെ ഒരു ടേക്ക് അതിൽ? ഒന്ന്, അത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ ഞാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റോങ്. ബട്ട് ഒരു സിവിൽ സർവൻറ്റ് അച്ചീവ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. സിവിൽ സർവൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്വാളിഫിക്കേഷനും നോളജും അല്ല. ഞാൻ സബ് കളക്ടറായിട്ട് മുതൽ ഒരു സെക്രട്ടറി ആകുമ്പോൾ 17 വർഷത്തെ എക്സ്പീരിയൻസാണ്. ഐ കനോട്ട് ഈവൻ റൈറ്റ് നോട്ട് മൈ എക്സ്പീരിയൻസ്. ഈ 17 വർഷം എക്സ്പീരിയൻസിനാണ് എന്നെ പലപ്പോഴും ഞാനൊരു മീറ്റിംഗ് നടത്തുന്നതും വായിച്ചിരുന്ന മീറ്റിംഗ് നടത്താനൊന്നുമില്ല. അത് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് കൾച്ചർ. അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹസ് ബീൻ എ വെരി സക്സസ്ഫുൾ എക്സ്പെരിമെൻറ്റ്. ദേ ആർ ലോസ്റ്റ്. പിന്നെ ചിലതുണ്ട് വളരെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലെറ്റ് സേ ഒരു പോളിസി എഴുതണം,
അതിൽ ഇവർക്ക് ദേ കൻ ഓൾസോ റൈറ്റ് പല ലേറ്റസ്റ്റ് റെഫറൻസ് അതുപോലെ ടെക്നോളജി ആപ്ലിക്കേഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ AI എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എൻട്രൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി ഡേ ടു ഡേ അത്ര എളുപ്പമില്ല. സാർ ഈ കുടുംബശ്രീയെ പറ്റി പറയുമ്പോഴേ സാർ കുടുംബശ്രീ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ ഒരു വുമൺ എംപവർമെന്റ് എന്ന് കഴിഞ്ഞതിന് ശേഷം അതിന് വേറൊരു തലത്തിലേക്ക് അതിനെ കൂടുതൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്നുള്ളൊരു വിമർശനം പലപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയത്തില്ല. നൗ ഇറ്റ്സ് റേറ്റഡ് ആസ് ദ ബെസ്റ്റ് സച്ച് ഇനിഷ്യേറ്റീവ് എനിവെയർ ഇൻ ഇന്ത്യ. ആദ്യം ആന്ധ്ര ആയിരുന്നു നമ്മളെക്കാളും ബെറ്റർ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം പറയുന്ന കുടുംബശ്രീ ഓവറോൾ നോട്ട് ദാറ്റ് ഈസ് പെർഫെക്റ്റ് സക്സസ് എന്നല്ല, പക്ഷെ ഒരു ഏരിയ ഇനി കുടുംബശ്രീ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും എഗ്രി ചെയ്യുന്ന ഓൺ പേപ്പർ ആൻഡ് ദേ ആർ ഓൾസോ ട്രൈങ്. ഈ എൻ്റർപ്രൈസസ് കൂടുതൽ ചെയ്യണം. അത് ഓരോരുത്തരും ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യല്ല. അത് ഇപ്പം നടക്കുന്ന ഓരോരുത്തർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കുറേ പേരൊക്കെ ട്രൈ ചെയ്താണ്. പക്ഷേ അത് ഫുള്ളി വന്നിട്ടില്ല. വെരി ഇറ്റ്സ് ടു അംബിഷ്യസ് അങ്ങനെ പറയാൻ പോലെ. എന്നാലും വെരി ക്ലോസ് ടു ദ അമുൽ സിസ്റ്റം. അമുലിൽ എന്താ, ദി പ്രൊഡക്ഷൻ ഈസ് ബൈ ഓർഡിനറി പീപ്പിൾ, ദ ഇൻഡസ്ട്രി ഈസ് ബൈ പ്രൊഫഷണൽസ്. പ്രൊഫഷണൽസ് ദേ ആർ പെയ്ഡ് ലൈക്ക് നെസ്ലെ. അതുപോലെ കുടുംബശ്രീ ഷുഡ്. ഞാനും ഡോക്ടർ ഐസക്കും ഒരുപാട് വർഷത്തിന് മുമ്പ് വർഗീസ് കുര്യനെ പോയി കണ്ടു. ഈ ആശയം പറയാം. ഈ ഇസ് വെരി ഇതാണ് ഓൺഡ് ബൈ ദ SHGs. ബട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു കാര്യം കേരളത്തിലെ ചില കാര്യം SHGs ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാനേജേഴ്സ് ഷുഡ് ബി professionals from IIM and all that. They'll maybe pay some 80,000 rupees or 1 lakh rupees or even more, and they should deliver. അത്ര എളുപ്പമല്ല സെറ്റപ്പ് ചെയ്യാൻ. ഇന്ന് ഒരു വയബിൾ മോഡലാണ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് മോഡ് ഇതുപോലെ ലിങ്ക്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളതിലേക്ക് പോകണം പ്രൊഫഷണലായിട്ട്. പക്ഷേ ഇതും വലിയൊരു സക്സസ്. എനിക്ക് 10,000-30,000 പേർക്ക് ജോലിയുണ്ട് ഈ നമ്മുടെ ഹരിതകർമ്മസേന. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഗെറ്റ് anywhere from 12 to even 25,000 rupees a month, which is for a 4 hour ഇത് അവിടെ ബേസിക് ഇത് വരുന്നതിന് ഗുണകരമായിരിക്കും. ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ഗവൺമെൻറ് ആണ്. പുതിയ രീതികളും ഉണ്ടാവും കഴിഞ്ഞ 10 വർഷത്തിൽ നിന്നും വിഭിന്നമായിട്ട്. സാറിൻ്റെ ഒരു സജഷൻസ് എന്തായിരിക്കും ഒരു പുതിയ ഗവൺമെൻറ്റിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്? അല്ല, എല്ലാ കാര്യവും പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നോക്കേണ്ടത്, വി ആർ നോട്ട് യൂസിങ് അവർ ലോക്കൽ ഗവൺമെൻറ്റ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ദേ ക്യാൻ ബി. നോട്ട് ദറ്റ് യു ഷുഡ് ഡയറക്റ്റ് ദം. ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഇപ്പം പണ്ട് പാലലി സാർ ഇരുന്നപ്പോൾ വി യൂസ് ടു മീറ്റ് ലോക്കൽ ഗവൺമെൻറ്റ്സ് വൺസ് ഇൻ 3 months എന്നാണോ, ഇപ്പോൾ നടക്കത്തില്ല. വൺസ് ഇൻ 4 months ജില്ലയിൽ പോയി എല്ലാ ലോക്കൽ ഗവൺമെൻറ്റ്സുമായിട്ട് ഫോർമൽ റിവ്യൂ മീറ്റിംഗ് പലതും ചോദിച്ച് അവർ ഇഷ്യൂസ് പറയും, നമ്മൾ ഇഷ്യൂസ് പറയും. അപ്പം അങ്ങനെ ഒരു പുഷ് നടത്തിയാൽ ഇപ്പം ഹെൽത്ത് കേരളത്തിന് നമ്മൾ വളരെ സക്സസ്ഫുൾ എന്നൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്. പക്ഷേ ഒരുപാട് ഒരു ബോയിലിംഗ് ആണ്. NCD അതൊക്കെ വന്നു കഴിഞ്ഞാൽ ദെൻ എൽഡർ കെയർ, പിന്നെ ഡിസബിലിറ്റി കെയർ, ഈവൻ അഗ്രികൾച്ചർ, അങ്ങനെയുള്ള ചില സെക്ടേഴ്സിന് പഞ്ചായത്തിന് ഫണ്ടുണ്ട്, ആൾക്കാരുണ്ട്. അപ്പം നമ്മളും അവരും കൂടെ ഒന്ന് ഡയലോഗ് ചെയ്ത് കുറേ എക്സ്പേർട്സൊക്കെ വേണ്ടി വരും. ഇപ്പോൾ എക്സ്പേർട്സിനെ പാടില്ല എന്നൊരു ഒരുപാട് അലർജി ഉണ്ടായിരുന്നു. കുറേ എക്സ്പേർട്സൊക്കെ വേണ്ടി വരും. അവരും കൂടെ വെച്ച് പോയാൽ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ 60% സർവീസസ് ആർ ത്രൂ ലോക്കൽ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത കാലത്തെ സക്സസ് കോവിഡ് ആയിരുന്നല്ലോ അല്ലേ? ഇൻ്റർനാഷണൽ കോവിഡ് ചെയ്താരാ? പഞ്ചായത്തല്ലേ അല്ലേ? പഞ്ചായത്ത് ഇല്ല. പക്ഷേ പഞ്ചായത്ത് ഹെൽത്ത് എന്ന് വെച്ചാൽ പഞ്ചായത്താണ് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. അപ്പോൾ പഞ്ചായത്തിന് ഒരുപാട് ഇങ്ങനത്തെ കട്ടിംഗ് എഡ്ജ് ഫ്രണ്ട് ലൈൻ കപ്പാസിറ്റീസ് ഉണ്ട്. അത് നമ്മൾ പ്രൊആക്റ്റീവായിട്ടില്ലെങ്കിൽ അതങ്ങനെ യൂഷ്വലായിട്ട് റൊട്ടീനൈസ്ഡ് ആയി പോകും. അങ്ങനെ ചെയ്യുന്നത് ഒരു മേജർ ഇതായിട്ട് അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. വിച്ച് കവേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ദി സോഷ്യൽ സെക്ടേഴ്സ്. പിന്നെ വരേണ്ടത് അതൊരു ഓബ്ലിഗേഷനായിട്ട് വരണം. നമ്മുടെ ട്രൈബൽസും ട്രഡീഷണൽ ഫിഷർ ഫോക്ക് അവിടെ ഭയങ്കര കഷ്ടമാണ്. അത് ഇറ്റ്സ് എ ഷെയിം ടു കേരള. ഇങ്ങനെ ഇത്രയും മോശമായിട്ട് ഒരാൾക്കാർ വേണമെങ്കിൽ പറയാൻ ഇവിടുത്തെ ഡ്രൈവേഴ്സ് ബെറ്റർ ദാൻ മധ്യപ്രദേശിൽ ഡ്രൈവർ എന്നൊക്കെ പറയാം. പക്ഷേ ഭയങ്കര കഷ്ടമാണ് അവിടെ. അതിൻ്റെ ഒരു 1/3 ഒരു 20% വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം വലിയ കഷ്ടമാണ്. അപ്പോൾ അവരുടെ പൈസ ഇഷ്ടം പോലെയുണ്ട്. അതും പിന്നെ ട്രഡീഷണൽ ഫിഷർ ഫോക്ക് അവരുടെ കാര്യവും ഭയങ്കര കഷ്ടമാണ്. അത് ശരിക്കും അത് പ്രൊആക്റ്റീവായിട്ട് നമ്മൾ അട്ടപ്പാടിയിലൊക്കെ ചെയ്യുന്ന പോലെ ഓരോ വ്യക്തിയെയും കണ്ട് അവർക്ക് അല്ലാതെ ചുമ്മാ ഓവറോൾ സ്കീമും ചെയ്യാനൊക്കത്തില്ല. ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ബേസ്ഡ് പ്ലാനിങ്ങിലേക്ക് പോകണം. പിന്നെ എൽഡറും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങൾ. മറ്റേ IT-യിലും ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് വലിയ നോളജൊന്നുമില്ല അഡ്വൈസ് ചെയ്യാൻ.
പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇന്ററാക്ട് ചെയ്തിരുന്നോ പുതിയ ഇല്ല ഇല്ല, I don't interact.